ഹലോ എവ്രിവൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1-ാം സമ്മാനം, 2-ാം സമ്മാനം, 3-ാം സമ്മാനം, 4-ാം സമ്മാനം, 5-ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 3 മലയാളം ആനുവൽ എക്സാം ആയിരുന്നു. എക്സാം നല്ലതുപോലെ എഴുതിയായിരുന്നു എല്ലാവരും? ആൻസേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് എഴുതിയോ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പപ്പുവിൻ്റെ ഡയറിയാണ്. വായിക്കാം എഴുതാം എന്നുള്ളതാണ്. മുത്തശ്ശി മാവിൻ്റെ ചുവട്ടിലിരുന്നു കുറേ നേരം കളിച്ചു. ഞങ്ങൾക്ക് മുത്തശ്ശി മാവിനെ ഒത്തിരി ഇഷ്ടമാണ്. കളിക്കാനും പഠിക്കാനും കഴിക്കാനും ഒക്കെ ഞങ്ങൾ ആ തണലിൽ ഒത്തുകൂടാറുണ്ട്. നേരം പുലർന്നാൽ അവിടെ കലോത്സവം പതിവാണ്. കിളികളുടെ സംഗീത കച്ചേരിയും ചില്ലകളുടെ കൈകൊട്ടിക്കളിയും കാറ്റിൻ്റെ ചൂളം വിളിയുമാണ് പ്രധാന ഇനങ്ങൾ. ഞങ്ങളെപ്പോലെ പക്ഷികൾക്കും മുത്തശ്ശിമാവിന് ജീവനാണ്. പൂത്തിരി കത്തിച്ചെരിയുന്ന പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ കണ്ണെടുക്കാനേ തോന്നില്ല. കയ്യെത്ത ഉയരത്തിൽ ആയതിനാൽ താഴെ നിന്ന് ഞങ്ങൾ കൊതിയോടെ നോക്കും. ഞങ്ങളെ നിരാശപ്പെടുത്താതിരിക്കാൻ കാറ്റ് വരുമ്പോൾ ആ പൂത്തിരി ശകലങ്ങൾ തലയിലേക്ക് ചൊരിയും. ഇടയ്ക്കൊക്കെ ഇളം പച്ച ഉടുപ്പിട്ട് തിളങ്ങി നിൽക്കാറുണ്ട്. ഇപ്പോൾ കമ്മലണിഞ്ഞ് സുന്ദരിയായി നിൽക്കുകയാണ് മുത്തശ്ശിമാവ്. പച്ചച്ചായം തേച്ച ചെറിയ തൂക്ക് കമ്മൽ. കളിക്കിടയിൽ കുസൃതിക്കുട്ടിയെപ്പോലെ കമ്മലുകൾ ഊരിയെറിഞ്ഞു. തോളിൽ ഏറി കിട്ടി മുകളിലേക്ക് നോക്കിയപ്പോൾ കള്ളച്ചിരിയോടെ കൈവീശി തലയാട്ടി യാത്രയാക്കി. സ്കൂൾ അടയ്ക്കുകയാണ്. ഇനി മുത്തശ്ശി മാവിനോടൊപ്പം കളിക്കാൻ മാസങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ കമ്മലുകൾ സുവർണ്ണ നിറത്തിലാകും, സൗന്ദര്യം കൂടും. ആ സ്നേഹമധുരം നുണയാൻ ഞാൻ കാത്തിരിക്കുകയാണ്. പപ്പുവിൻ്റെ ഡയറി വായിച്ചല്ലോ. ചൂടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മുത്തശ്ശി മാവിലെ കലോത്സവത്തിന് ആരാണ് സംഗീത കച്ചേരി നടത്തുന്നത്? ആരായിരുന്നു? കിളികൾ. കരം എന്ന പദത്തിന് പകരം പ്രയോഗിച്ച വാക്ക് ഏത്? കൈ. ഈ ഡയറി കുറിപ്പിൽ മാവ് തളിർത്തു എന്ന് സൂചിപ്പിക്കുന്ന വാക്യം ഏത്? പൂത്തിരി കത്തിച്ചതുപോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മുത്തശ്ശിമാവ്. അടുത്ത ചോദ്യം. പൂത്തിരി കത്തിച്ചതുപോലെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ കണ്ണെടുക്കാനേ തോന്നില്ല. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് പ്രകടമാക്കുന്ന ഭാവം ഏത്? ഇഷ്ടം. കയ്യെത്താ ഉയരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കയ്യെത്താത്ത ഉയരം. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം കണ്ടെത്താം എഴുതാം എന്നാണ്. ചക്ക പഴുത്തു, മണം പരന്നു, പപ്പുവിന് കൊതിയായി. ചക്ക മുറിച്ചതും അവൻ വേഗം തിന്നാൻ തുടങ്ങി. കണ്ടുനിന്ന മുത്തശ്ശി പറഞ്ഞു, മതിയാക്ക്, അധികമായാൽ അമൃതും വിഷം എന്ന് കേട്ടിട്ടില്ലേ? അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് ചേർത്ത് മറ്റൊരു വാക്യം എഴുതൂ. വേഗം എന്ന് വരുന്ന ഒരു വാക്യം എഴുതൂ എന്നാണ് പറയുന്നത്. നിങ്ങളത് എഴുതിയിട്ടുണ്ടാവും. ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും എഴുതുക. കുതിര വേഗം ഓടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എഴുതാം.
വേഗം വേഗം തിന്നാൻ തുടങ്ങി, വേഗം വേഗം കഴിച്ചു. അവൻ മാങ്ങ വേഗം വേഗം കഴിച്ചു. അപ്പോൾ പറയില്ലേ, ആഹാരം അവൻ വേഗം വേഗം കഴിച്ചു. അതുപോലെ ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും ആൻസർ എഴുതിയിട്ടുണ്ടാവുക. കൊതിയായി എന്ന പദം ശരിയായി പിരിച്ചെഴുതൂ. കൊതി പ്ലസ് ആയി, കൊതിയായി. കൊതി പ്ലസ് ആയി, കൊതിയായി. അധികമായാൽ അമൃതും വിഷം എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം ഒരു വാക്യത്തിൽ എഴുതൂ. അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ് നമുക്കറിയാലോ. എന്തും അധികമായാൽ അത് വിഷമായി തീരും. പ്രവർത്തനം 2 തന്നെ ഡി ക്വസ്റ്റ്യൻ. പപ്പുവിന്റെ കടങ്കഥ നോക്കൂ. കടങ്കഥയിൽ ഒളിച്ചിരിക്കുന്നത് ആരാണ്? കണ്ണുണ്ട്, ചെവിയില്ല. വായില്ല, വയറുണ്ട്. വയറു നിറയെ വെള്ളം. ഞാനാരാണെന്ന് അറിയാമോ? ആരാണ്? തേങ്ങ. തേങ്ങയാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വരുന്നത്, ഒരു കടങ്കഥ ഏതെങ്കിലും പലഹാരം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതൂ എന്നാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു പലഹാരത്തിന്റെ പേര് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അച്ചപ്പത്തിനെ കുറിച്ച് എഴുതാം. എങ്ങനെ എഴുതാം? പൂവാണെങ്കിലും മണക്കില്ല, പൂവാണെങ്കിലും മണക്കില്ല, തിന്നാൻ നല്ല രുചിയാണ്, തിന്നാൻ നല്ല രുചിയാണ്, എണ്ണയിൽ വിരിയും പൂവേതാണ്, എണ്ണയിൽ വിരിയും പൂവേതാണ്. ഓക്കെ, അച്ചപ്പം. അച്ചപ്പമാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും. അടുത്ത പ്രവർത്തനം, മൂന്നാമത്തെ പ്രവർത്തനം വരയ്ക്കാം രസിക്കാം എന്നുള്ളതാണ്. പപ്പു കണ്ട പ്രഭാത കാഴ്ച വായിക്കൂ. ഈ പ്രഭാത കാഴ്ചയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആകാശം തൊട്ട് നിൽക്കുന്ന നീലക്കുന്നുകൾ, കുന്നുകൾക്കിടയിലൂടെ സൂര്യൻ ഒളിഞ്ഞു നോക്കുന്നു. പക്ഷിക്കൂട്ടം തീറ്റ തേടി പറന്നുയരുന്നു. താഴെ വയലോരത്തെ കൊച്ചു വീട്ടിൽ കുട്ടികൾ കോഴിക്ക് തീറ്റ കൊടുക്കുന്നു. കാഴ്ചക്കാരിയെ പോലെ തത്തമ്മ തെങ്ങോലയിൽ ഇരിക്കുന്നു. പപ്പുവിന്റെ പ്രഭാത കാഴ്ചകൾ വായിച്ചല്ലോ. ഈ പ്രഭാത കാഴ്ചകൾ വരച്ചു നൽകൂ. എങ്ങനെ വരയ്ക്കാം? ആകാശത്തോട് നിന്ന് നീലക്കുന്ന് വരയ്ക്കുക, ആകാശം വരയ്ക്കുക, കുന്നുകൾക്കിടയിൽ സൂര്യൻ വരയ്ക്കുക, പക്ഷിക്കൂട്ടം പറന്നു പോകുന്നത് വരയ്ക്കുക, താഴെ വയൽ വരയ്ക്കുക, വയലിന്റെ അരികിൽ ഒരു കൊച്ചു വീട് വരയ്ക്കുക, ആ കൊച്ചു വീട്ടിൽ കുട്ടികൾ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന വരയ്ക്കുക, ഈ വയലിന്റെ കരയിൽ ഒരു തെങ്ങിൽ തത്തമ്മ ഇരിക്കുന്നതായിട്ട് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കാം രസിക്കാം എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ പ്രവർത്തനം. നാലാമത്തെ പ്രവർത്തനം എ ബി ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 4A അറിയിപ്പ് തയ്യാറാക്കാം. പപ്പുവിന്റെ സ്കൂളിൽ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് വർണ്ണോത്സവം, രചനോത്സവം, കഥോത്സവം എന്നിങ്ങനെ വിവിധ ഉത്സവങ്ങൾ നടക്കുകയാണ്. വർണ്ണോത്സവത്തിന് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അത് കാണാൻ രക്ഷിതാക്കളെ അറിയിച്ചുകൊണ്ട് അറിയിപ്പ് തയ്യാറാക്കൂ. അതായിരുന്നു 4A ചോദ്യം. 4B കത്തെഴുതാം എന്നുള്ളതായിരുന്നു. വർണ്ണോത്സവത്തിന് സ്കൂളിൽ ഒരുക്കുന്ന ചിത്ര പ്രദർശനം കാണാൻ കൂട്ടുകാരനെ ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുക. 5A 5B അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 5A രചനോത്സവത്തിന് മിയ എഴുതിയ കഥയുടെ ആദ്യ ഭാഗമാണ് ചുവടെയുള്ളത്. കഥ പൂർത്തിയാക്കൂ, കഥയ്ക്ക് തലക്കെട്ട് നൽകൂ. ഏലമലക്കാട്ടിലെ പേരാലിന്റെ ചോട്ടിൽ അരിമണിയുണ്ടെന്ന വാർത്ത ഉറുമ്പിൻ കൂട്ടം അറിഞ്ഞു. ഉറുമ്പുകളെല്ലാം വരിവരിയായി അവിടേക്ക് യാത്രയായി. യാത്രക്കിടയിലാണ് പുളിയൻ ഉറുമ്പ കാഴ്ച കണ്ടത്. ദൂരെ കുട്ടികൾ ആർത്ത് രസിച്ച് കളിക്കുന്നു. പുളിയൻ ഉറുമ്പ് കൂട്ടം മാറി കുട്ടികൾക്കരികിലേക്ക് നടന്നു. ബാക്കി എഴുതുക, കഥയുണ്ടാക്കി എഴുതുക, കഥയ്ക്ക് ഒരു പേരും കൊടുക്കുക. ഇതായിരുന്നു 5A ക്വസ്റ്റ്യൻ. 5B ക്വസ്റ്റ്യൻ വരികൾ കൂട്ടിച്ചേർക്കാം. കാവ്യോത്സവത്തിന് 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ പാടിയ പാട്ടിന്റെ വരികളാണ് ചുവടെയുള്ളത്. ഏലമലക്കാട്ടിലെ പേരാലിൻ ചോട്ടിൽ ആരുണ്ട് ആരുണ്ട്, അരിമണി തിന്ന് വയറു നിറയ്ക്കാൻ ഉറുമ്പുണ്ടേ ഉറുമ്പുണ്ടേ. ഏലമലക്കാട്ടിലെ തേന്മാവിൻ കൊമ്പിൽ ആരുണ്ട് ആരുണ്ട്, മാന്തളർ കൊത്തി പാട്ടുകൾ പാടാൻ കുയിലുണ്ടേ കുയിലുണ്ടേ. അതുപോലെയൊക്കെ എന്ത് ചെയ്യാം? ഏലമലക്കാട്ടിലെ
ഏതിലൊരു മരം എഴുതിയിട്ട് ചുവട്ടിൽ ആരുണ്ട് ആരുണ്ട്, ആടിപ്പാടാൻ മയിലുണ്ട് മയിലുണ്ട്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 3ാം ക്ലാസ്സിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. HS അറ്റാച്ച്ഡ് സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതി കാണും. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.